ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ബിയാസനിയാണ്. സനീസ്.മീഡിയയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പ്രശസ്തമായിട്ടുള്ള ഹരിപ്പാടാണ്. ഒരു മാസം കൊണ്ട് നിർമ്മിച്ച ബൈക്കാണിത്. എൻ്റെ ഒപ്പം നിൽക്കുന്നത് രാഹുലാണ്. രാഹുലിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. നമുക്ക് നേരെ പോകാം വീഡിയോ കാഴ്ചയിലേക്ക്. ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് സ്വദേശിയായ രാഹുൽ ഒരു മാസ കാലയളവ് കൊണ്ട് നിർമ്മിച്ചിറക്കിയത് പ്രമുഖ കമ്പനികളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു അടിപൊളി മോട്ടോർ ബൈക്ക്. മനസ്സിൽ വരച്ചിട്ട പ്ലാൻ വിജയകരമായി പൂർത്തീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് രാഹുൽ. ഹരിഗീതപുരത്തിന്റെ അഭിമാനമായി മാറിയ കൊച്ചുമിടുക്കന്റെ വിശേഷങ്ങളിലേക്ക്. രാഹുൽ, നമസ്കാരം. നമസ്കാരം. ഇത് ശരിക്കും ഈ ലോക്ക്ഡൌണിന്റെ സമയത്താണോ ഇങ്ങനെ ഒരു ആശയം മനസ്സിലേക്ക് വന്നത്? ഇത് ആശയം 10ാം ക്ലാസ് മുതൽ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. 10ാം ക്ലാസ് മുതൽ ഉണ്ടായിരുന്നു ഒരു ബൈക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അതെല്ലാം എന്തുവാ സബലീകരിച്ചെന്ന് പറയാം, ഈ ലോക്ക്ഡൗൺ സമയത്തായിരുന്നു. അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ എൻ്റെ അച്ഛൻ വർക്ക്ഷോപ്പ് നടത്തുവാണ്. അപ്പോൾ വർക്ക്ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വല്ല എടുത്തല്ലാതെ ഇതിൻ്റെ ടാങ്കും ബാക്കി സാധനങ്ങളെല്ലാം വണ്ടി പൊളിക്കുന്നിടത്ത് പോയി നമ്മൾ കളക്ട് ചെയ്യുമായിരുന്നു. അത് ആദിക്കാട്ടുകുളങ്ങര പോയാണ്. ആദിക്കാട്ടുകുളങ്ങര അവിടെ ഇപ്പം വണ്ടി പൊളിക്കുന്ന മേഖല തന്നെ ആദിക്കാട്ടുകുളങ്ങര. അപ്പോൾ അവിടെ പോയി സാധനങ്ങളെല്ലാം എടുത്ത്, പിന്നെ കുറച്ച് സാധനങ്ങളെല്ലാം ഞാൻ തന്നെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പം ഒരു ധൈര്യം, എന്തോ മനസ്സിൽ ഒരു ലക്ഷ്യം അങ്ങനൊന്നുമില്ല, ഈ വണ്ടി ഇങ്ങനെ വരണം. അല്ലാതെ മനസ്സിൽ ഒരു നമ്മൾ ഒരു ഗ്രാഫ് വരച്ചു ഒന്നുമല്ല നമ്മൾ ചെയ്തത്. മനസ്സിലെ കണക്കൂട്ടി ഇറക്കിയത്, മനസ്സിലൊരു കണക്കൂട്ടിൽ അങ്ങ് ഇറക്കണം എന്നുള്ളൊരു വാശി മനസ്സിൽ അങ്ങ് ആയപ്പോൾ അങ്ങ് ചെയ്തു. അപ്പം ഇത് ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഈ ഇത് അവഞ്ചർ എന്ന് പറയുന്ന ബൈക്കിന്റെ ബാക്ക് ടയർ ആയിരുന്നു. അപ്പൊ ഇത് ഈ ടയർ കാരണം ഈ വണ്ടി ഇത്ര ആവാൻ തന്നെ കാരണം. ഈ ടയർ മാത്രം ഉള്ളായിരുന്നു തോന്നുന്നു ആദ്യം അല്ലേ? കാരണം ഈ ടയർ ഞാൻ ആദ്യം ഒരു സൈക്കിള് കയറ്റാൻ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അതിനായിട്ട് ഞാനൊരു അറിയാവുന്ന ഒരു ലെയ്ത്തി കൊണ്ടു കൊടുത്തു. അപ്പം പുള്ളിക്കാരൻ ചെയ്തു തരാന്ന് പറഞ്ഞ് ലാസ്റ്റ് നമ്മളെ 2 വർഷം അങ്ങ് വട്ടം കറക്കിച്ച് തരാന്ന്. പിന്നെ ആ ഒരു വാശിയും മനസ്സിലായി. പിന്നെ അവിടെ പോയി സാധനം എടുത്തോണ്ട് വന്ന് പിന്നെ വീട്ടിൽ ഇരുന്ന് അങ്ങ് ഇതിന്റെ കാര്യങ്ങൾ ആലോചിച്ചു. പിന്നെ പണിയാൻ അച്ഛനും അമ്മയൊക്കെ നല്ല സപ്പോർട്ട്. പിന്നെ അച്ഛൻ്റെ കൂട്ടുകാരായിട്ട ഉണ്ണി എന്ന് പറയുന്ന അണ്ണ എനിക്ക് കൂടുതൽ ഇപ്പം എനിക്ക് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ദൂരെ പോയി സാധനം എടുക്കാൻ. അപ്പം എൻ്റെ കൂടെ കൂടുതലും വന്നേക്കുന്ന ഉണ്ണി എന്ന് പറഞ്ഞ അണ്ണനെ ചെയ്യാനൊക്കെ കൂടെ നിൽക്കാനും എല്ലാത്തിനും. പിന്നെ അമ്മയുടെ ചേച്ചിയുടെ മക്കളെ, പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരെ വരെ എല്ലാവരും. ശരിക്കും രാഹുൽ കൂടുതൽ പേരിലേക്ക് അറിഞ്ഞത് എങ്ങനെയാണ്? പത്രത്തിൽ ന്യൂസ് വന്നാണോ? ഞാൻ വളരെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു, ഇങ്ങനെ ന്യൂസിലൊന്നും വരണമെന്നുള്ളൊരു നമ്മുടെ ഒരു ഇഷ്ടം അങ്ങ് ചെയ്തു അങ്ങനെ ഉള്ളൂ. അപ്പം കൂടുതൽ തന്നെ ഇങ്ങനെ ഒരു ഇത് പുറത്ത് അറിയണം എന്ന്, പുറലോകം അറിയണം എന്നുള്ള ഒരു ഇത് മൊത്തം അച്ഛൻ്റെ കൂട്ടുകാരനായ ഉണ്ണി എന്ന് നേരത്തെ പറഞ്ഞ അപ്പൊ അണ്ണനായിരുന്നു. അണ്ണൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇത് ഇയാൾ ചെയ്തെന്നുള്ള ഒന്ന് പുറം ലോകം അറിയണ്ടേന്ന് പറഞ്ഞു. അങ്ങനെ അണ്ണൻ്റെ ഒരു കൂട്ടുകാരനെ കൊണ്ടുവന്ന് അങ്ങനെ വണ്ടിയുടെ ഇതെല്ലാം എടുത്ത് അങ്ങനെ ഇതാകുമായിരുന്നു. അങ്ങനെയാണ് കൂടുതൽ പേരിലേക്ക് എത്തിയത്. അപ്പൊ നമ്മുടെ ഈ വണ്ടിക്കകത്ത് എന്തൊക്കെ സാധനങ്ങൾ, മറ്റു വണ്ടികളുടെ എന്തൊക്കെ സാധനങ്ങളുണ്ട്? മറ്റു വണ്ടിയുടെ എന്ന് വെച്ചാൽ ടാങ്ക് ഹീറോയുടെ തന്നെ എക്സ്ട്രീം എന്ന് പറയുന്ന ഒരു മോഡലിന്റെ ടാങ്ക് അത്. പിന്നെ ബാക്ക് സീറ്റ്, ഈ സീറ്റ് ഉപയോഗിച്ചേക്കുന്ന ഇപ്പോഴത്തെ ക്ലാസിക്കിന്റെ 350 ക്ലാസിക് അതിന്റെ ബാക്ക് സീറ്റ് നമ്മൾ കുഷ്യൻ ചെയ്യിപ്പിച്ചെടുത്തേ. പിന്നെ മഡ് ഗാർഡ് വന്നേക്കുന്ന പഴയ മോഡല് ബുള്ളറ്റിന്റെ മഡ് ഗാർഡ് കട്ട് ചെയ്ത്. പിന്നെ ചെയ്സ് നമ്മൾ തന്നെ ഞാൻ തന്നെ ചെയ്യുമായിരുന്നു. ചെയ്സ് ചെയ്യാൻ വെൽഡിംഗ് സെറ്റ് അച്ഛൻ്റെ കൂടെ സഹായത്തിന് നിൽക്കുന്ന ആകാശം എന്ന് പറഞ്ഞ അണ്ണൻ്റെ ഉണ്ട്. അപ്പോൾ ആ അണ്ണൻ്റെ വെൽഡിംഗ് സെറ്റ് എടുത്ത് ഞാൻ വീട്ടിൽ ഇരുന്ന് GA പൈപ്പ് മേടിച്ചൊക്കെ ഞാൻ ചെയ്സ് ചെയ്യുമായിരുന്നു. ആ ആകാശനും ഉണ്ടായിരുന്നു കൂടെ, നമുക്ക് സാധനമൊക്കെ പിടിച്ചു തരാനും എല്ലാം സഹായിക്കാനും ഒക്കെ. ഈ മീറ്ററൊക്കെ എന്തിന്റെ മീറ്ററാണ്? മീറ്റർ വരുമ്പോൾ നമ്മുടെ ബുള്ളറ്റിന്റെ മീറ്റർ തന്നെ. അത് പക്ഷേ കുറച്ച് മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ആദ്യ സമയങ്ങളിൽ കണ്ടവർക്ക് ഇതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഈ സമയത്ത് ഇതിന്റെ ടെമ്പറേച്ചർ അതിന് മീറ്റർ സെറ്റ് ചെയ്തു. പിന്നെ ഈ ഫ്യൂവലിന്റെ ഇത് ഞാൻ തന്നെ ചെയ്തത്, ഫ്യൂവൽ ഗേജ് അല്ലേ, ബുള്ളറ്റിന്റെ ആംബിയർ മീറ്റർ, പഴയ മോഡൽ വണ്ടിയുടെ ആംബിയർ മീറ്ററിനകത്ത് ചെയ്തേക്കുന്നത്. പിന്നെ കീ വന്നേക്കുന്നത് ഇത് ക്ലാസിക്കിന്റെ, അത് ഒരു മോഡലിന് വേണ്ടി കട്ട് ചെയ്ത് ഒരു ഡിസൈൻ ചെയ്തതാണല്ലേ. എല്ലാ ഡിസൈനിങ്ങും രാഹുൽ തന്നെയാണ് ഞാൻ തന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സംഭവം എന്ന് വെച്ചാൽ റിസർവയർ എന്നാ ഇതിന് പറയുന്നത്. ഇത് ഡിസ്ക് ബ്രേക്കിന്റെ സാധനമാണ്. അത് പക്ഷേ അത് സത്യം പറഞ്ഞാൽ ആ സാധനം വരുന്ന RCB ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. അതിന് 8000 രൂപയാണ് ബ്രേക്ക് സിസ്റ്റം മാത്രം. നമ്മൾ അത്രയും കോസ്റ്റ് കൊടുത്ത് ഇതിന് ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ഷോയ്ക്ക് വേണ്ടി ഒരു മരുന്നൂപ്പിയെ ഞാൻ ചെയ്തത്. അത് മരുന്നൂപ്പിയിൽ ചെയ്തെടുത്ത നല്ല രസമുണ്ട്. അപ്പം ആ ഒരു ഷോയ്ക്ക് വേണ്ടി, വണ്ടിക്ക് ഒരു ഷോയ്ക്ക് വേണ്ടി ചെയ്തത്. പിന്നെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് യൂസ് ചെയ്തേക്കുന്ന ഇത് എൻ്റെ കയ്യിലുള്ളതായിരുന്നു.
ഹെഡ്ലൈറ്റ്. ഓക്കെ. ഹെഡ്ലൈറ്റ് ഇവിടെ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു ഒരെണ്ണം. അപ്പോൾ അത് കത്തിപ്പോയതാണ്. അപ്പോൾ അതിനകത്ത് വേറെ LED എല്ലാം മേടിച്ചാൽ തന്നെ ചെയ്ത് ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്ത്. ഓക്കെ. പിന്നെ നമ്മുടെ ടയറിലേക്ക് വരികയാണെങ്കിൽ ടയർ ഈ ഹീറോ ഹോണ്ടയുടെ തന്നെ ബാക്ക് ടയറാണ് നമ്മൾ ഫ്രണ്ട് ഇട്ടേക്കുന്നത്. ഓക്കെ. മഡ്ഗാർഡ് വന്നേക്കുന്ന ഇപ്പോഴത്തെ ഇലക്ട്ര എന്ന് പറയുന്ന ബുള്ളറ്റിന്റെ മഡ്ഗാർഡ് കട്ട് ചെയ്ത്. ബ്രേക്ക് സിസ്റ്റം എങ്ങനെയാണ്? ബ്രേക്ക് നോർമൽ ബ്രേക്ക് ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഉടനെ സാധിക്കുന്ന ഒരു മനസ്സിലുണ്ട്. നമ്മുടെ ഇഞ്ചിൻ കാര്യങ്ങളൊക്കെ എഞ്ചിൻ ഇതിന് യൂസ് ചെയ്തേക്കുന്ന ഹീറോ ഹോണ്ടയുടെ HF ഡീലക്സ് എന്ന് പറഞ്ഞ എഞ്ചിൻ സെൽഫ് എഞ്ചിന്. പിന്നെ ഷോക്ക് അബ്സർ വന്നേക്കുന്ന യൂണിക്കോണിന്റെ ബാക്ക് ഷോക്ക് അബ്സർ. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ വണ്ടി നിർമ്മിച്ചു വരാൻ വേണ്ടി എത്ര നാളെടുത്തു? ഇത് 1 മാസത്തിനുള്ളിലാണ് ഞാൻ കൂടുതൽ. 1 മാസം എന്ന് പറയുമ്പോൾ ആ ഒരു മാസം ലോക്ക്ഡൌൺ അത് പിൻവലിക്കുന്നതിന് ഉള്ളിൽ തീർത്തു. പക്ഷെ അത് പുറം ലോകം അറിഞ്ഞില്ല. നമ്മൾ അങ്ങനെ വലിയ ഇത് കാണിച്ചില്ല, താല്പര്യം കാണിച്ചില്ല. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ വീഡിയോ എല്ലാം വരാൻ തുടങ്ങിയത്. രാഹുലെ, നമ്മുടെ ഈ വണ്ടി റോഡിൽ ഓടിക്കാൻ വേണ്ടി RTO നിയമങ്ങൾ ഒരുപാട്. RTO എന്നെ ജോയിന്റ് RTO വിളിച്ചു, മാവേലിക്കരയിലെ ജോയിന്റ് RTO വിളിച്ചിട്ട് പറഞ്ഞ് ഇന്നപോലെ നമുക്ക് വണ്ടിക്ക് പെർമിറ്റ് ഇല്ല വെളിയിറങ്ങാൻ. കാരണം ഒരു കമ്പനി ഇറക്കുന്നതല്ല, ഒരാൾ ഇറക്കുന്നത്. അപ്പോൾ അതിന് പല 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 പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പൊല്യൂഷൻ, സേഫ്റ്റി. അപ്പോൾ അതെല്ലാം നല്ല ഇത് അപ്രൂവലായി കിട്ടിയാലേ നമുക്ക് ഈ വണ്ടി വെളിയിലിറക്കാനുള്ള ഒരു പെർമിറ്റ് കിട്ടത്തുള്ളൂ. അപ്പം ആ സാറ് പറഞ്ഞു നമ്മളോട് ഈ എക്സ്പോയും നടത്തുകയൊക്കെ ആണെങ്കിൽ അവിടെ പ്രദർശിപ്പിക്കാന്ന് പറഞ്ഞു. ഓക്കെ. അതിനുള്ള സപ്പോർട്ടൊക്കെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ വിളിച്ചു അല്ലേ? RTOമാരുടെ സപ്പോർട്ട് ഉണ്ട് രാഹുലിന്. അപ്പം തീർച്ചയായിട്ടും, കാരണം ഇപ്പോൾ ഒരു പുതിയ വണ്ടി ഇറക്കണമെങ്കിൽ അതിന് ചേസ് നമ്പർ വേണം. ഇതെല്ലാം കമ്പനികളാണ്, ഓരോ ടെസ്റ്റുകൾ കഴിഞ്ഞിട്ടാണ് ഓരോ പാർട്സിന്റെ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അതിന് അപ്രൂവൽ കൊടുക്കണം. പക്ഷെ അത് നമ്മൾ നിർമ്മിച്ച ഒരു വണ്ടിയാണെങ്കിൽ പോലും അത് നിരത്തിൽ ഓടിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. രാഹുലെ, ഈ വണ്ടിക്കകത്ത് രാഹുലിന്റെ ഐഡിയ, അതായത് എന്തെങ്കിലും പ്രത്യേകതകൾ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇതേ പ്രത്യേകത ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാൻഡ് തട്ടാതെ കുറേ ആക്സിഡന്റ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പം വണ്ടി സ്റ്റാൻഡ് കെട്ടിയാലേ വണ്ടി സ്റ്റാർട്ട്. ഇപ്പോൾ പുതിയ വണ്ടിക്ക് വരുന്ന ഫീച്ചേഴ്സ് പോലെ തന്നെ സ്റ്റാൻഡ് കെട്ടിയാലേ വണ്ടി സ്റ്റാർട്ട് ആകുള്ളൂ. പിന്നെ അതേപോലെ നമ്മൾ സെപ്പറേറ്റ് ഈ വണ്ടിയുടെ ചൂട് അറിയാനായിട്ട് ഒരു മീറ്റർ കൊടുത്തിട്ടുണ്ട്, ടെമ്പറേച്ചർ മീറ്റർ കൊടുത്ത്. അത് ഞാനിപ്പോൾ 2 ദിവസമായുള്ളൂ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോ പരിപാടികൾ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐഡിയ വരുമ്പോൾ അങ്ങ് ചെയ്യുമോ അതിനായിട്ട്. ഓക്കെ. രാഹുൽ ശരിക്കും എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ +2 കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവര് രാഹുൽ വളർന്നു വരുന്ന ഒരു നല്ലൊരു കഴിവുള്ള ഒരു വ്യക്തിയാണ്. എന്താകാനാണ് ആഗ്രഹം? എനിക്ക് സത്യം പറഞ്ഞാൽ പണ്ട് മുതലുള്ള ആഗ്രഹം ഒരു സൗണ്ട് എഞ്ചിനീയർ, ലൈവ് സൗണ്ട് എഞ്ചിനീയർ. പക്ഷെ അതിൽ നിന്നും മാറിയാണ് ഇപ്പം ഒരു ഇത്. പക്ഷെ അത് ആ ആഗ്രഹം നമ്മൾ കളയുന്നില്ല. അപ്പൊ ഈ ഞാൻ ഓട്ടോമൊബൈൽ എടുത്തിട്ട് അത് ആ കോഴ്സ് കഴിഞ്ഞിട്ട് 1 വർഷം സൗണ്ട് എഞ്ചിനീയറിനും കൂടെ ചെയ്യാൻ. മറ്റൊരു സിനിമയ്ക്കകത്ത് ഡയലോഗ് ഇല്ലേ, നിങ്ങളൊരു നടനാകാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും. അപ്പം എന്തായാലും രാഹുലിന്റെ ആ ആഗ്രഹം സാധിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാഹുലിന്റെ വണ്ടി അടിപൊളിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു സ്പോർട്സ് ബൈക്ക് ഒക്കെ പോലെ തോന്നുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ ഓരോ കാര്യങ്ങളിനകത്ത് പുതിയത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും രാഹുലിന്റെ ബൈക്ക് ഒന്ന് ഓടിച്ചു നോക്കാം, സംഭവം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ രാഹുലിൻ്റെ ബൈക്ക് ഓടിച്ചു, വളരെ നന്നായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഓരോ ഭാഗവും നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും രാഹുൽ ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ ബൈക്ക് ഓടിക്കുന്നവർക്ക് മനസ്സിലാവുന്നതാണ്. അതുപോലെ ബ്രേക്ക്, അതുപോലെ അതിൻ്റെ ചെയിൻ്റെയൊക്കെ ഒരു പിടുത്തോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല അടിപൊളിയാണ്. ബ്രേക്ക് സിസ്റ്റമൊക്കെ പക്കയാണ്, നല്ലൊരു ബൈക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രാഹുൽ നിർമ്മിച്ച വണ്ടിയുടെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു. രാഹുലിൻ്റെ കോൺടാക്റ്റ് വിവരങ്ങൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്തുന്നതായിരിക്കും. ഇതുപോലെയുള്ള വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ തൊട്ടടുത്തായുള്ള ചെറിയ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത അധ്യായത്തിൽ പുതിയൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.